നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കിന്നേ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടി ഉണ്ടാക്കാവേ. നമുക്ക് പച്ചടിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. നമ്മളിന്ന് പാവയ്ക്ക വെച്ചാണ് പച്ചടി ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച പാവയ്ക്കയാണ്. ഇതിൽ ഒരെണ്ണം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടിയ സാധനങ്ങൾ തൈര്, കടുകും അല്പം തേങ്ങയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നു. പിന്നെ കടുക് അധികം അരഞ്ഞു പോകരുത്, അത് തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞ് ലാസ്റ്റിലൊന്ന്, എന്നാൽ കടുകെല്ലാം പൊട്ടുകയും ചെയ്യണം, നല്ല ചതഞ്ഞ് വരികയും ചെയ്യണം. പിന്നെ കറിവേപ്പില, കൊച്ചുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, അല്പം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. പിന്നെ കടുക്, ഉപ്പ്, നീര്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് പച്ചടി തയ്യാറാക്കാം. നമ്മളെ ഗ്യാസൊക്കെ കത്തിച്ചു, ചീനിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പാവയ്ക്ക ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ഇത്തിരി അങ്ങ് മൂപ്പിക്കണ്ട, എന്നാലും നമുക്കതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമ്മളെ പാവയ്ക്ക ഒരെണ്ണം അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയേ, നീരൊന്ന് ഇറങ്ങാൻ വേണ്ടി. കണ്ടോ ഇതിനകത്തിലേ, അപ്പോൾ പാവയ്ക്കയുടെ കുറേ വെള്ളം അങ്ങ് ഇറങ്ങി. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. പാവയ്ക്ക അപ്പം ഇത്തിരി സൂപ്പറാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരും ഒക്കെ വേണം പച്ചടി വെക്കുമ്പോൾ. പാവയ്ക്കയ്ക്ക് ചെറിയൊരു ഊറിയ കയ്പുണ്ടല്ലോ, അപ്പം നല്ല പുളിയുള്ള തൈരും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ല എരിയും പുളിയും ഉപ്പും, അതിൻ്റെ കൂടെ ഒരു ചെറിയ കയ്പ് കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ പാവയ്ക്ക എണ്ണയിൽ കിടന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു നല്ല മണമില്ലേ, അത് വരുന്നുണ്ടേ. മറ്റ് പച്ചടിയൊക്കെ മാങ്ങയും വെള്ളരിക്കയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അല്പം ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത്തിരി വെള്ളമായി പോവല്ലോ, തൈര് ഒഴിക്കുമ്പോൾ അല്ലേ അങ്ങ് ലൂസായി പോവും, ഇതൊന്ന് കുറുകിയിരിക്കണമല്ലോ പച്ചടി. നമ്മുടെ പാവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കണ്ടോ, ഇത്തിരി ഞാൻ മുരിഞ്ഞു പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളിതൊന്ന് കോരിയെടുക്കുവാണേ. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് കോരി മാറ്റണം. എന്നിട്ട് അതിനകത്തിൽ വേണം നമുക്ക് താളിപ്പ് എടുക്കാൻ വേണ്ടി. നമുക്ക് ഇതിന് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് കോരി മാറ്റാവേ, ഇത്ര എണ്ണ നമുക്ക് വേണ്ടല്ലോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ടിട്ട് കുറച്ച് കടുകിടാവേ. കടുകൊക്കെ പൊട്ടിയേ. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി, നമ്മുടെ കടുക് താളിക്കാനുള്ള ഇതെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. മുളകൊക്കെ മൂത്തതിൻ്റെ കൊച്ചുള്ളി, കടുകും വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടെ മൂത്തില്ലേ, അതിനകത്തിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാവേ. കണ്ടോ, ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അരപ്പ് ചേർക്കാനേ. അരപ്പ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള, വലിയ കട്ടയൊന്നും ഇല്ലാത്ത നല്ല തൈരാണേ. നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടേ
സെർവിങ് ബൗളിലേക്ക് മാറ്റാവേ. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഉണ്ടോന്ന് നോക്കട്ടെ. കൈയൊക്കെ പൊള്ളല്ലേ. കണ്ടോ, അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റണം. നമ്മുടെ പച്ചടി റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.